ഹലോ, എല്ലാവർക്കും നമസ്കാരം. അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നത് സങ്കടകരമായ ഒരു വാർത്തയുമായിട്ടാണ്. അതായത് കഴിഞ്ഞ ഒരു രാത്രിയും പകലുമായിട്ട് നമ്മൾക്ക് കാണാതായ ശുചീകരണ തൊഴിലാളിയായ ജോയിയുടെ മൃതദേഹം കണ്ടെടുത്തു. അദ്ദേഹത്തിനു വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിച്ചു. അതായത് കനാൽ ശുചിയാക്കുന്നതിനു വേണ്ടി 4 ജീവനക്കാർ ആണ് ശുചീകരണ പ്രവർത്തനത്തിനു വേണ്ടി ഇറങ്ങിയത്. ഇവർ വൃത്തിയാക്കുന്നതിനിടയിൽ മഴ പെയ്യുകയും ഈ ജീവനക്കാരിൽ ഒരാൾ, അതായത് ജോയി എന്ന ആൾ പാറയിൽ നിന്നും വഴുതി ടണലിൻ്റെ ഉള്ളിലേക്ക് വീഴുകയും ചെയ്തു. ഏകദേശം ടണലിൻ്റെ നീളം 140 മീറ്ററാണ്. ഇതിനുള്ളിൽ വലിയ മാലിന്യ കൂമ്പാരമായി നിറഞ്ഞു കിടക്കുകയാണ്. ഒരു രാത്രിയും പകലും അദ്ദേഹം മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയും പിന്നീട് മഴ പെയ്ത ശേഷം ടണലിൻ്റെ പുറത്തേക്ക് ഒഴുകിപ്പോവുകയും ചെയ്തു. അങ്ങനെ കനാലിൽ എത്തുകയും ചെയ്തു. ഇവിടെ നിന്നാണ് കാണാതായ ജോയിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. അതായത് തിരുവനന്തപുരത്ത് തകരപ്പറമ്പിന് സമീപത്തുള്ള ശ്രീചിത്ര ഹോമിൻ്റെ പിൻവശത്ത് ഉള്ള ഒരു കനാലിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. ഇത് റെയിൽവേയിൽ നിന്നും വെള്ളം ഒഴുകി വരുന്ന കനാലിൻ്റെ ഒരു ഭാഗമാണ്. ഇത് ജോയിയുടെ മൃതദേഹമാണെന്നാണ് പോലീസ് പറയുന്നത്. കാരണം മൃതദേഹം തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ജീർണിച്ച് വീർത്തു കിടക്കുന്ന ഒരു മൃതദേഹമാണ് കണ്ടെത്താൻ സാധിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിനു വേണ്ടിയുള്ള ഒരു തിരച്ചിൽ അവസാനിച്ചു. മൃതദേഹം കണ്ടെടുത്തു. ഇത് വളരെ സങ്കടകരമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്.